ഞാൻ ഓടാൻ പറയുമ്പോൾ ഒന്നും നോക്കാതെ അങ്ങ് ഓടിക്കോളണം. അപ്പോൾ തർക്കിക്കാൻ നിൽക്കരുത്. ഓടാനോ? എങ്ങോട്ട്? എങ്ങോട്ട് ഓടണോ നീ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ ഓടുമ്പോൾ എൻ്റെ കൂടെ അങ്ങ് ഓടിയാൽ മതി. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. അപ്പോൾ റെഡി ആയിക്കോ. ഞാൻ പറയുന്നത് രണ്ടിനെ അങ്ങ് തട്ടിക്കളയണമെന്നാ. എടുക്കടാ. അപ്പൊ തുടങ്ങാം. ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം കൂടി അനുവദിക്കുമായിരുന്നു. പക്ഷെ ഇവൻ കാരണമാ. ഇവന്റെ പേര് ഡമരു. ഇവനാണ് പറഞ്ഞത് നമ്മൾ എന്തിനാ വെറുതെ സമയം കളയുന്നതെന്ന്. അപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണല്ലോ എന്ന്. അപ്പോൾ നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി നിങ്ങളിൽ ഒരാൾ മരിച്ചേ മതിയാകൂ. റെഡി ആയിക്കോ. ആർ യു റെഡി ഗൈസ്? അപ്പൊ ശരി, നമ്മുടെ ഈ പണിക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലേ ഡമരു? അതെ ബോസ്. എന്തെന്നാൽ ഞങ്ങളുടെ ഈ പണിക്കിറങ്ങുന്നവന് കുടുംബവും കുട്ടിയും പാടില്ല. ഇതൊക്കെ മനുഷ്യന്റെ ഒരു വീക്ക്നെസ്സാ. മനസ്സിലായോ? നിങ്ങളൊരു സംഭവം തന്നെ കമാൻഡോ. അതാണ് വലിയ വലിയ ഗാങ്സ്റ്റേഴ്സ് കല്യാണം കഴിക്കാത്തത്. അയ്യോ കമാൻഡർ, എന്ത് പറ്റി? എന്ത് പറ്റി? എന്നെ വിട്. അതിന് രണ്ടിനെ പോയി പിടിക്ക്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കരുത്. കമാൻഡോ, നിങ്ങൾ ഓക്കെ ആണോ? അവിടെ നിൽക്ക്. കമാൻഡോ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നു. എടാ, ആ തോക്കിങ്ങെടുക്ക്. കഴിഞ്ഞു നിങ്ങളുടെ നാടകം. ആദ്യം ഞാൻ. ഇനി നീ തന്നെ ആദ്യം. റെഡിയായി നിന്നോ. ആ വെടിവെച്ച് എവിടെന്നാ കേട്ടെ? ഇത് എവിടുന്നാ കേട്ടെ? ഇവരെവിടുന്ന് മാറ്റ. പോലീസ് നിങ്ങളെ നാലുപാടും വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തോക്കുകൾ താഴെയിട്ട് സറണ്ടർ ആവും. പ്രണവല്ലേ? പ്രണവ് 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 അബി, ഒച്ചത്തെ വിളിക്ക്. പ്രണവ്. എടാ നീ എന്തായാലും ഞങ്ങളെ രക്ഷിക്കാൻ വന്നല്ലോ. 3 ദിവസമായിട്ട് നിങ്ങളെ തപ്പി നടക്കുക. എവിടെയെല്ലാം തിരക്കി നിങ്ങളെ. അതാ എനിക്ക് നിന്നോട് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. നിനക്ക് മുന്നേ വന്നൂടായിരുന്നോ? അതെ, എന്റെ അടുത്ത് അഡ്രസ് ഉണ്ടായിരുന്നു. നിങ്ങളെ തപ്പി ഇവിടെ വരാനും വരാതിരിക്കാനും ഒക്കെ. നീ എന്നെ വഴക്ക് പറയാൻ ഇങ്ങോട്ട് വന്നല്ലേ? നിന്നെ ഞാൻ വീട്ടിലോട്ട് എത്തട്ടെ. നിനക്കുള്ളത് ഞാൻ അവിടെ തരാം. ഞങ്ങളുടെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്നോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അതിലേറെ സന്തോഷം തോന്നുന്നു. നീ എന്താടാ ഇങ്ങനെ? നമ്മളൊക്കെ ഒരുമിച്ചുള്ളപ്പോ നമുക്ക് എന്ത് സംഭവിക്കാനാ, അല്ലേ? എടാ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീട്ടിലെല്ലാരും ഭയങ്കര ടെൻഷനിലാണ്. അമ്മയും അച്ഛമ്മയൊക്കെ എന്റെ വീട്ടില്. ചേച്ചിയുടെ വീട്ടിലെല്ലാരും ഓക്കെയാണ്. കമാൻഡോ, ലെറ്റ്സ് ഗോ. ആക്ഷൻ. ഷൂട്ട് ചെയ്യ്. നിർത്തടാ. ആരും ഷൂട്ട് ചെയ്യരുത്. ഓ ഇൻസ്പെക്ടർ, ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല. ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. എന്തിനാ വെറുതെ ഷൂട്ട് ചെയ്ത് നിന്റെ ആൾക്കാരെയും എന്റെ ആൾക്കാരെയും കൊല്ലുന്നത്? മനസ്സിലായോ? പക്ഷെ ഞാൻ ഇവരെ രണ്ടുപേരെയും എന്തായാലും കൊന്നിരിക്കും.
കാരണം ഞാൻ ഇവരെ കൊല്ലാൻ കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും പറയുക, ഇവിടെ നിന്ന് പൊയ്ക്കോ. നിന്റെ ഭാര്യയെയും കുട്ടികളെയും കാണണമെങ്കിൽ തിരിച്ചു പൊയ്ക്കോ. അവരുടെ കൂടെ പോയി സമാധാനമായി ജീവിക്ക്. ഞാൻ നിനക്ക് സെയിം പ്രപ്പോസൽ തരികയാണ്. പക്ഷെ രക്ഷപ്പെടാനുള്ളതല്ല, നിന്റെ ജീവൻ രക്ഷിക്കാനുള്ളതാണ്. 4 ചുറ്റിൽ നിന്നും പോലീസ് നിന്നെ വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വെപ്പൺസ് താഴെയിട്ട് സറണ്ടർ ആവും. പിന്നെ ഇപ്രാവശ്യം വെടിവെച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഇനിയും പോലീസ് വരികയാണ്. ഇനിയും പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയില്ല. ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, ഞാൻ 10 വരെ എണ്ണും. നീ 10 വരെ എണ്ണുകയോ നിന്റെ മുടി എണ്ണുകയോ എന്തു വേണമോ ചെയ്തോ. അവരെ രണ്ടുപേരെയും കൊന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. ഞാൻ ഇവരെ കൊല്ലാൻ കോൺട്രാക്ട് എടുത്തിരിക്കുക. മനസ്സിലായോ? വീണ്ടും പറയുകയാണ്, തിരിച്ചു പോയിക്കോ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ പഴയ കമാൻഡറാണ്. ഞാൻ പറഞ്ഞാൽ ആ കാര്യം ഞാൻ ചെയ്തിരിക്കും. മനസ്സിലായോ? മിണ്ടാതെ തിരിച്ചു പോയിക്കോ. അല്ല, നീ എവിടുത്തെ കമാൻഡറാ? നീ ദേശദ്രോഹിയാണ്. അതുകൊണ്ടാണ് നിന്നെ ആർമിയിൽ നിന്ന് പുറത്താക്കിയത്. സർക്കാർ നിന്നോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഞാൻ നിന്നോട് ക്ഷമിക്കുകയില്ല. ഞാൻ നിന്നെ വിടില്ല. ഈ കയറ് നിങ്ങളെ രണ്ടിനെയും ഇന്ന് ഞാൻ വിടില്ല. ഗുഡ് ഷോട്ട് പ്രണവ്. അബി, അബി, നീ രക്ഷപ്പെടാൻ. പ്രണവ്, നീ നമ്മുടെ കൂടെ വാ. അബി, എനിക്കൊന്നും സംഭവിക്കില്ല, നീ രക്ഷപ്പെട്. നിന്നോടാ പറഞ്ഞത് വരാൻ. എനിക്കൊന്നും പറ്റില്ല. പ്രണവ് പ്ലീസ്. നോക്ക്, എന്റെ അടുത്ത് ഗണ്ണുണ്ട്. എനിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ രക്ഷപ്പെട്. നീ എന്തായാലും വാ വാ. നീ ഞാൻ പറയുന്നത് കേൾക്ക്. തോക്ക് തിരിച്ചതാ. 3 ദിവസമായിട്ട് നീ എന്നെ വട്ടം കിറക്കി. ഇനി നോക്ക് നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. അബേ, കേക്ക്. മംഗളാശംസകൾ. Shit. നീ വാ. അങ്ങോട്ട് പോ. വേണ്ട, ഇങ്ങോട്ട് പോവാ. വേണ്ട, അങ്ങോട്ട് പോവാന്നല്ലേ പറഞ്ഞത്. അവിടെ ഗുണ്ടകൾ കാണുന്നു. അല്ല, ഇവിടെ നിന്ന് അവര് വരുന്നത്. ഇല്ലില്ല, അവർക്ക് ബോസ് ഈസ് ഓൾവേസ് റൈറ്റ്. അല്ല, ഹസ്ബൻഡ് ഈസ് ഓൾവേസ് റൈറ്റ്. സോ റൈറ്റ്. കം ഓൺ. നോക്ക്. ഈ പ്രിയയും അഭിയും എവിടെ പോയി?
എന്റെ വേട്ടയിലുള്ളതല്ല. പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. മാറ്, മാറ്. പോലീസ് വരുന്നു, രക്ഷപ്പെടാം. വിടടാ എന്നെ. എന്നെ വിട്ടിട്ട് വാ. വിടടാ എന്നെ. റോക്ക് സ്റ്റാറിനെയാണ്. കമാൻഡോ, കമാൻഡോ, അവനെ എന്നെ വിട്. വിടാൻ. അവനെ വിടാൻ. വിടടാ എന്നെ. പോലീസ് വരുന്നു. ഏയ്, നോക്കൂ, നമ്മളിത് എങ്ങോട്ട് പോവാ? ഇവിടെ മുഴുവൻ കല്ലും മുള്ളുവാണല്ലോ. എങ്ങോട്ടായി ഓടുന്നേന്ന്? നിങ്ങൾ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തെ? വേഗം വാ. ഇനി എങ്ങോട്ട് പോകുന്ന? ഓ, എനിക്ക് വയ്യ. ആ, ആ, വയ്യ, തീരെ വയ്യ. എന്താ നിന്ന് എന്ത് പറ്റി? ദേ കാറ്. നീ എന്താ പറഞ്ഞേ? ഇപ്പൊ ആ വഴി പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ദേ ഇപ്പൊ കണ്ടില്ലേ ഒരു കാർ കിട്ടിയത്? കാറ് കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നില്ലല്ലോ. ഇതിപ്പോ ഗുണ്ടകളുടെ വണ്ടിയാണെങ്കിലോ? അതിന് നീ ഇതിപ്പോ വാങ്ങിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. അറ്റ്ലീസ്റ്റ് അവരുടെ കണ്ണു വെടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ല, ഇത് തുറന്നിരിക്കുവാണല്ലോ. ദേ നോക്ക്, ഇവിടെ കീ ഇരിപ്പുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ? കേറി ഇരിക്കൂ. വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യ. എന്താ? താങ്കൾ ഞങ്ങളെ കൂടെ വരുമോ? ഓടി ഓടി മടുത്തു. 3 ദിവസമായിട്ട് ആഹാരം പോലും ഇല്ല. നിങ്ങൾ വന്നില്ലെങ്കിൽ കമാൻഡോ ഞങ്ങളെല്ലാവരും കൊന്നുകളയും. താങ്കൾ ഞങ്ങളോട് വരുമോ? 3 ദിവസമായല്ലേ കഴിച്ചിട്ട്? ആ, കേരള ഫുഡ് കഴിക്കോ നീ? ആ, എന്തായാലും കുഴപ്പമില്ല. ഇനി കുറച്ച് ചൈനീസ് ആയാലോ? ചൈനീസ്. നിനക്ക് നല്ല വിശക്കുന്നുണ്ടല്ലേ? ഇതാ വേറൊരു ഡിഷും കൂടെ. ഈ വണ്ടി എന്താ സ്റ്റാർട്ട് ആവാത്തെ? ബാക്കിയുള്ളവർ നീ വന്നല്ലോ. എന്തിനാ ഇങ്ങനത്തെ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഈ വണ്ടി സ്റ്റാർട്ട് ആവാത്ത എന്താന്ന് എനിക്കെങ്ങനെ അറിയാം? സ്റ്റാർട്ടായി, സ്റ്റാർട്ടായി. എനിക്കറിയായിരുന്നു വണ്ടി സ്റ്റാർട്ട് ആവുന്നു. ഇനി പോവാം. ഇത് ഏത് വഴിയിലൂടെ പോകുന്നേ? ഓ, അയ്യോ. സീറ്റ് ബെൽറ്റ് ഇട് നീ. ഓ, സോറി. ഇതെന്തായാലും കൊള്ളാം. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടാ ഓടുന്നത്. ഇപ്പോ സർവീസ് കഴിഞ്ഞ് ഇറക്കിയതേ ഉള്ളൂ എന്നാ തോന്നുന്നത്. നീ എന്താ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത്? നീ പേടിക്കാതിരിക്കേ. നമ്മൾ അവന്മാരുടെ വണ്ടിയും കൊണ്ടല്ലേ വന്നത്. അപ്പൊ എന്തായാലും അവന്മാര് പുറകെ വരെയൊന്നുമില്ല. വെറുതെ ടെൻഷൻ അടിച്ച BP കൂട്ടാതെ നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. പ്രണവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അവന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ? അവനവിടെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അവനോട് ഒറ്റയ്ക്കല്ലല്ലോ, അവന്റെ കൂടെ പോലീസില്ലേ. പിന്നെ തോക്ക് അവന്റെ കയ്യിലുമാണ്. പ്രണവിന് ഒരു കുഴപ്പവും വരത്തില്ല. നമ്മളിപ്പോ വീട്ടിൽ പോകുന്നതിനെ പറ്റി ആലോചിക്കും. ബാബയോട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നമ്മൾ അത്രയും തിരക്കില്ല അവിടുന്ന്. ഒരു തവണ സംസാരിച്ച കൊള്ളാന്നുണ്ടായിരുന്നു. ശരിയാ, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വഴിതെറ്റി പോവാറുണ്ട്. അപ്പോൾ ചിലര് നമുക്ക്
വഴി കാണിച്ച് തരാറുമുണ്ട്. അതുപോലെ ബാബയും നമുക്ക് നേർവഴി കാണിച്ചു തന്നു. ഒരച്ഛൻ സ്വന്തം മക്കളെ നേർവഴിക്ക് നയിക്കുന്നത് പോലെ ബാബയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, അല്ലേ? ബാബ നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ അത്രയ്ക്ക് വലുതാ. ഷേ, നിനക്കിത് എന്താ പറ്റിയത്? ഇതല്ലേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാത്തത്. ചെറിയ കാര്യങ്ങൾ മതി നിനക്ക് വിഷമിച്ചിരിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, വീട്ടിലെത്തിയിട്ട് എല്ലാം ശരിയായതിനു ശേഷം നമുക്ക് ഒരു മാസം വന്ന് ബാബയുടെ അടുത്ത് നിൽക്കാം. അപ്പോൾ നീ ഒരു മാസം എടുത്ത് താങ്ക്സ് പറഞ്ഞോ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നിന്റെ സൗകര്യത്തിന് നീ ബാബയോട് താങ്ക്സ് പറഞ്ഞോ. എന്താ, അത് മതിയോ? ഓക്കെ. ആ ശരി. വീട്ടിലെത്തുമ്പോഴാ ശരിക്കുള്ള രസം കാണാൻ പോകുന്നത്. അച്ഛമ്മ നോക്കുമ്പോ സിംഗിളായി പോയവരുടെ കപ്പിളായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അച്ഛമ്മയ്ക്ക് ഹാപ്പി ആവുമായിരിക്കും, അല്ലേ? കമാൻഡോ, 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 അവിയും ആ മേഡവും നമ്മുടെ കാറിൽ കയറി രക്ഷപ്പെട്ടു. ഓടിപ്പോയോ? ആ, നീ എന്താ അവന്റെ വണ്ടി കഴുകുമായിരുന്നോ? പിടിക്കാൻ ഞാൻ എന്താ? അല്ല, അവരെ തടയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ എന്നെ അടിച്ച് തറയിലിട്ടിട്ട് അവർ രക്ഷപ്പെട്ടു. എന്റെ ബോധവും പോയി. പക്ഷെ നിങ്ങൾ വിഷമിക്കണ്ട, ഒരു സന്തോഷ വാർത്തയുണ്ട്. അവർക്ക് ഒരുപാട് ദൂരം പോകാൻ കഴിയില്ല. കാരണം അവർ വണ്ടി വളരെ സ്പീഡിലെടുത്തപ്പോൾ ആ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് തട്ടി ലീക്കായി. പിന്നെ ടാങ്ക് കേടായി ഡീസൽ ലീക്കാവുകയാണ്. ഇതാ നോക്കൂ. ഇത് ഡീസലല്ല, ബ്രേക്ക് ഓയിലാണ്. അതിന്റെ അർത്ഥം ആ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായിരിക്കുകയാണ്. ഒരു പഴഞ്ചൊല്ല് പറയട്ടെ, താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴും. അതിപ്പോ സത്യമായിരിക്കുക. നമ്മൾ തേടിക്കൊണ്ടിരുന്ന വള്ളി ഇപ്പോൾ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിൽ പോയി ചുറ്റി. അവർ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ കണ്ണ് വെട്ടിച്ച് അവർ രക്ഷപ്പെട്ടെന്ന്. പക്ഷേ അവർക്കറിയില്ലല്ലോ മരണം അവരെ പിന്തുടരുകയാണെന്ന്. നിനക്ക് മനസ്സിലായോ? ഇല്ല, നിനക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം. അവരുടെ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലായി. അവർ നല്ല സ്പീഡിലാണ് പോകുന്നത്, മനസ്സിലായോ? പക്ഷെ അവർ ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോ ആ സമയം ബ്രേക്ക് കിട്ടില്ല. ഒന്നുകിൽ അവർ കൊക്കയിൽ വീഴും, അല്ലെങ്കിൽ ഏതെങ്കിലും മലയിൽ ഇടിച്ചു നിൽക്കും. അപ്പോ അവരുടെ കാര്യത്തിൽ തീരുമാനമാകും. അത്രേ ഉള്ളൂ. പക്ഷെ മെയിൻ കാര്യം എന്തെന്നാൽ, ഞാനല്ല അവരെ കൊന്നത്, മുകളിലുള്ള ആളാ അത് ചെയ്തത്. എന്തായാലും ഈ നല്ല വാർത്ത നിഖിലിനെ അറിയിക്കാം. പറയൂ ദുഷ്യന്ത്. ആ നിഖിൽ, ഞാൻ നല്ലൊരു വാർത്ത പറയാനാണ് വിളിച്ചത്. രണ്ടുപേരെയും കിട്ടിയോ? കിട്ടിയതാ. പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പോലീസ് വന്നത്. അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. അതിനിടയിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. പിന്നെ നിന്റെ തലയ്ക്ക് വെളിവില്ലേ? ഇതാണ് സന്തോഷ വാർത്ത. 2 ദിവസമായി നിന്റെ എക്സ്ക്യൂസ് ഞാൻ കേൾക്കുന്നു. മനസ്സിലായോ? അവരെ പിടിക്കാനല്ല നീ വന്നത്, നീ അവരെ കൊല്ലാനാണ് വന്നത്. എന്തെങ്കിലും ചെയ്തിട്ട് പറ, വെറുതെ വിളിച്ച് സമയം കളയാതെ. ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അതൊന്ന് പറയാന്ന് കരുതിയിട്ടാ. ആദ്യം ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. അവർ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു പോയത് വീട്ടിലേക്കാണേലും എത്തുന്നത് ശ്മശാനത്തിലായിരിക്കും.